മാവേലിക്കരയിൽ അതിശക്തമായ മത്സരം നടന്നു. കൊടിക്കുന്നിൽ സുരേഷ് എന്ന പരിണിതപ്രജ്ഞനായ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ CA അരുൺകുമാർ എന്ന യുവ രക്തത്തെ ഇറക്കി. നോക്കൂ, CA അരുൺകുമാർ വന്നതോടുകൂടി കളം മാറിയത്. അവിടെ BJPയെ സംബന്ധിച്ച് അവിടെ ബൈജു കലാശാലയുണ്ട്, NDAയെ സംബന്ധിച്ച് ബൈജു കലാശാലയുണ്ട്. പക്ഷേ NDA കാര്യമായി വോട്ട് വിഹിതം ലക്ഷ്യം വെക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള മണ്ഡലമല്ല. അവിടെ LDF UDF ഡയറക്ട് ഫൈറ്റ് ആണ്. അവിടെ വളരെ ശക്തമായ ഒരു മത്സരം കൊടുക്കാൻ യുവ സ്ഥാനാർത്ഥിയായ CPIയുടെ CA അരുൺകുമാറിന് സാധിച്ചു എന്നുള്ളതിൽ കൗതുകമുണ്ട്. നമ്മുടെ ആദ്യത്തെ ഒപ്പീനിയൻ പോളിൽ നെക്കുണ്ടായ മണ്ഡലമാണ് ഈ മാവേലിക്കര. രണ്ടാം ഘട്ടം വന്നപ്പോഴേക്കും അഡ്വാൻറ്റേജ് കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ LDFന് പരാജയം എന്ന് വെച്ചാൽ സീറ്റ് വളരെ കുറഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുമ്പോഴും ചില സർപ്രൈസ് വിക്ടറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒന്നാകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പെടുന്നതാണ് മാവേലിക്കര. പക്ഷേ ഈ ബൈജു കലാശാലയുടെ കാര്യം പറഞ്ഞല്ലോ, അങ്ങനെ ബൈജു കലാശാല NDAക്ക് കിട്ടാവുന്ന വോട്ടുകൾ സമാഹരിക്കുന്നില്ല എങ്കിൽ, അത് എവിടോട്ടെങ്കിലുമൊക്കെ ഉണ്ടോ എങ്കിൽ അതുവഴി കുറച്ച് UDFന് അഡ്വാൻറ്റേജ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കൊടിക്കുന്നിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 13.75% വോട്ട് ഷെയർ ആണ് NDAക്കുള്ളത്. 13.75 എന്നുള്ളത് പൊതുവെ സംസ്ഥാനത്ത് എല്ലായിടത്തും NDAയുടെ വോട്ട് ഷെയർ ഉയർന്ന ഒരു പാറ്റേൺ ആണെങ്കിൽ 15% മുകളിൽ പോയിക്കൂടെ? 15% മുകളിൽ പോകാം. പക്ഷേ 15% പിടിക്കുമോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, കഴിഞ്ഞ തവണ വലിയ UDF വേവ് ഉണ്ടായപ്പോഴും 6% അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നുള്ളൂ കൊടുക്കുന്നില്ല. കാരണം പലയിടത്തും 10, 12, 15, 16 ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഈ മാവേലിക്കരയുടെ കാര്യത്തിൽ കുറച്ച് ഇഞ്ചോടിഞ്ചൊന്നും പറയാൻ പറ്റില്ലെങ്കിലും 6% ഡിഫറൻസ് ആണ് കൊടിക്കുന്നിലുണ്ടായിരുന്നത്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരു നേതാവ് എന്തൊക്കെ ചാലഞ്ചസ് നേരിട്ടാലും അവസാനം കടന്നുകൂടാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരാളാണ്. കൊടിയിറങ്ങാറില്ല. അതെ, അപൂർവമായി ചങ്കര സുരേന്ദ്രനോടൊക്കെ തോറ്റത് ഒഴിച്ചാൽ. പക്ഷേ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ തന്നെ കൊടിയിറങ്ങും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് അവസാന ഘട്ടത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നുള്ളിടത്താണ് കണ്ടത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭൂരിപക്ഷം മറ്റ് മണ്ഡലങ്ങളോട് കൊല്ലത്തോട് എന്തായാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കംഫർട്ടബിൾ ആയിട്ട് UDFന് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. ഡോക്ടർ G ഗോപകുമാർ, അങ്ങ് എങ്ങനെയാണ് മാവേലിക്കരയെ കാണുന്നത്? മാവേലിക്കരയിൽ ഒരു വളരെ ശക്തമായ മത്സരം നടന്നു എന്ന പൊതുപ്രതീതിയുണ്ട്. അത് വോട്ടിലേക്ക് പ്രതിഫലിച്ചാൽ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അവിടെ LDF സ്ഥാനാർത്ഥിക്ക് ഒരു അട്ടിമറി വിജയത്തിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അവിടെ നീണ്ടകാലമായി MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിന് ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെ CPIക്കും അത്യാവശ്യം ഇടതുപക്ഷത്തിനും ശക്തമായ പോക്കറ്റുകളും പിന്തുണയുമുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ ഈ പ്രത്യേകിച്ച് 9ാം തവണ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ചെറുപ്പക്കാരനായ ഒരാളെ നിർത്തിയതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇടതുപക്ഷത്തിന് പൊതുവിൽ കൊല്ലം ജില്ലയിലും നല്ല സ്വാധീനമുള്ള ഒരു മേഖലയാണ് മാവേലിക്കര. അപ്പോൾ ആ നിലയ്ക്ക് ആ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. പക്ഷേ ഞാൻ ഒരു എഡ്ജ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കാണുന്നുണ്ട് മാവേലിക്കരയിൽ. അതൊരു ടൈറ്റായിട്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ മത്സരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്നാലും തിരുവനന്തപുരത്തേക്കാൾ CPI വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് മാവേലിക്കര. അതായത് ദക്ഷിണ കേരളത്തിൽ ഇടതുമുന്നണിക്ക് വിജയപ്രതീക്ഷ വെക്കാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മാവേലിക്കര എന്ന് പറയുന്നത്. നമുക്ക് റാഷിദിനെ കൂടി കേൾക്കാം. റാഷിദ്, മാവേലിക്കരയിൽ ഒരു അട്ടിമറി, CA അരുൺകുമാർ എന്ന യുവരക്തം കോൺഗ്രസിന്റെ പടക്കുതിരയായ കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിച്ച് പാർലമെന്റിൽ എത്തുമോ? കൊടിക്കുന്നിലിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഓർമ്മയിൽ വരിക ബാലകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹവുമായി ഇണങ്ങിയും പിണങ്ങിയും ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ഇപ്പോൾ എല്ലാ കാലത്തും ഈ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം പരാജയപ്പെട്ടു പോകുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 2-3 ടേമിൽ പരാജയപ്പെട്ടു പോകും എന്നുള്ള പലതരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് അവിടെയുള്ള കോൺഗ്രസിനുള്ളിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളായിരുന്നു. അവസാനം കൊടിക്കുന്നിൽ സുരേഷ് കയറി വരുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു രീതി. അത് കൊടിക്കുന്നിൽ സുരേഷ് ഈ പ്രാവശ്യവും കയറി വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, അപ്പോൾ നമുക്ക് ശരിക്കും ഡിവൈഡഡ് ഒപ്പീനിയൻ ആണ്. ശക്തമായ മത്സരമാണ് എന്തായാലും മാവേലിക്കരയിൽ. ആരും അല്ല, അത് അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത്, ആ മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കഴിവ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബൈജു കലാശാല പിടിക്കാതെ പോകുന്ന, അദ്ദേഹത്തിന് കിട്ടാതെ പോകുന്ന വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ അതിനകത്ത് നിർണായകമായ. തീർച്ചയായും കൊടിക്കുന്നിൽ സുരേഷിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിചയത്തിന്, വ്യക്തിപ്രഭാവത്തിനൊക്കെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ കഴിയും.